ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോകാനുള്ള മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളെ മിട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളെ തത്തമ്മയുടെ നെയിൽസൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അതുപോലെ തന്നെ സീഡ്സൊക്കെ മേടിക്കണം. ഏകദേശം 2 മാസത്തോളമായി നെയിൽസൊക്കെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ പിള്ളേരെ തോളത്തൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കയ്യിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ നെയിൽ കൊണ്ടിട്ട് നല്ല സ്ക്രാച്ചസ് ആകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊണ്ടുവരാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എന്തായാലും ഒരു കുഞ്ഞു വീഡിയോ ആണ്. മിട്ടുവിനെ ഞങ്ങൾ ബ്യൂട്ടി പാർലറിലേക്ക് കൊണ്ടുപോവാണ്. റമദാനൊക്കെ അല്ലേ, അപ്പോൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോയി ഒന്ന് ബ്യൂട്ടീഷ്യനെ ഒന്ന് കാണിച്ചിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. മിട്ടുവിൻ്റെ കേജൊക്കെ എടുത്തേക്കുവാണ്. മിട്ടു, നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോവാം. അച്ചുവിൻ്റെ പെറ്റാണ് മിട്ടു. അച്ചുവിൻ്റെ അടുത്താണ് കൂടുതൽ കാര്യം. അപ്പോൾ അവൻ്റെ തോളത്തൊക്കെയാണ് ഇരിക്കുന്നത്. വേണ്ട, ഫ്രണ്ട് വെക്കണ്ട. എടുത്ത് വെക്ക്. ഹായ് ഡിയേഴ്സ്, ഞങ്ങളിപ്പോൾ മിട്ടുവിനെ കൊണ്ട് നേരെ ബേഡ്സ് പ്ലാനറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബേഡ്സ് പ്ലാനറ്റ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അൻസാർ ഗാലറിയുടെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത്. അവരുടെ റംദാൻ ടൈമിങ് എങ്ങനെയാണെന്നറിയില്ല. ഒരുപാട് തവണ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആരും ഫോൺ എടുക്കുന്നില്ല. ഇപ്പോൾ സമയം ഏകദേശം 7:30 മണിയോളമായി. ഞങ്ങൾ എന്തായാലും അവിടെ പോയി നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അവിടെ ഓപ്പൺ ആണെങ്കിൽ അവിടെ ട്രിം ചെയ്യും. അതല്ലെങ്കിൽ ജിദാലി തന്നെ ഒരുപാട് പെറ്റ് ഷോപ്പുകളുണ്ട്, അവിടെ കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് പോകുന്നത്. സാധാരണ 1.5 മാസം അല്ലെങ്കിൽ 2 മാസം കൂടി ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ വരാറുണ്ട്. 2 മാസം കൂടി ഇതിൻ്റെ നെയിൽസും അതുപോലെ തന്നെ പീക്കൊക്കെ ഞങ്ങൾ ട്രിം ചെയ്യാറുണ്ട്. ഇപ്പം നല്ല ഷാർപ്പ് ആയിട്ടുള്ള നെയിൽസുകളാണ്. അപ്പോൾ അത് കാരണം കുട്ടികളെ ദേഹത്തൊക്കെ കയറുന്ന സമയത്ത് ഒരുപാട് സ്ക്രാച്ചസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ട്രിം ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് ഞങ്ങൾ ഇറങ്ങിയത്. അതുപോലെ തന്നെ ജിദാലി പോയി ഇതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ മേടിക്കണം. സീഡൊക്കെ അവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ബേഡ്സ് പ്ലാനറ്റിൽ എത്തി. സാധാരണ ഇവിടെ വരുന്ന സമയത്ത് എല്ലാ കേജികളിലും നിറയെ ബേഡ്സുകളൊക്കെ കാണുന്നതാണ്. ഇപ്പം റംദാൻ പ്രമാണിച്ച് പുതിയ സ്റ്റോക്കുകളൊന്നും വന്നിട്ടില്ല. അടുത്ത ആഴ്ച അല്ലെങ്കിൽ റംദാൻ കഴിഞ്ഞിട്ട് മാത്രമേ പുതിയ സ്റ്റോക്കുകളൊക്കെ വരാറുള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ എന്തായാലും മിട്ടുവിൻ്റെ നെയിലും അതുപോലെ തന്നെ പീക്കൊക്കെ ഞങ്ങൾ ട്രിം ചെയ്യുകയാണ്. അവിടെ സാധാരണ നെയിലൊക്കെ ട്രിം ചെയ്യുന്നതിന് അല്ലെങ്കിൽ പീക്ക് ട്രിം ചെയ്യുന്നതിന് 1 ദിനാറാണ് സാധാരണ അവർ മേടിക്കുന്നത്. അവർ ചെറിയ ട്രിമ്മർ കണക്കുള്ളൊരു മെഷീനുണ്ട്, അത് വെച്ചിട്ടാണ് അവർ ട്രിം ചെയ്യുന്നത്. അപ്പോൾ മിട്ടുവിനെ എടുക്കുന്നത് കാരണം, പരിചയമില്ലാത്ത ആൾക്കാരെ എടുക്കുന്ന കാരണം നല്ല കരച്ചിലാണ്. അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. അച്ചും കിച്ചും ഒരുപാട് സങ്കടത്തോടെയാണ് ഇതൊക്കെ കാണുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ ഒരു നല്ലൊരു പെറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ വളർത്തുന്നത്. ഏകദേശം 8 മാസത്തോളമായി മിട്ടു ഞങ്ങളുടെ കൂടൊപ്പം കൂടിയിട്ട്. ഒരു കുഞ്ഞു പരുവത്തിൽ 20 ദിവസം പ്രായമുള്ള ആ ഒരു പരുവത്തിലാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് മിട്ടുവിനെ പിക്ക് ചെയ്യുന്നത്. ആ സമയത്തൊക്കെ സിറിഞ്ച് വഴിയാണ് അതിന് ഫുഡൊക്കെ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. സെർലാക്കും കാര്യങ്ങളൊക്കെ ആ സമയത്ത് കൊടുത്തുകൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് അതിൻ്റെ തൂവലുകളൊന്നും വരാത്തൊരു സമയത്തായിരുന്നു പിക്ക് ചെയ്തത്. 20 ദിവസം മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് ഞങ്ങളൊപ്പം വളർത്തിയതാണ്. ഇപ്പം അച്ചുവിൻ്റെയും കിച്ചുവിൻ്റെയൊക്കെ പെറ്റാണ്. രാവിലെ തന്നെ കൂട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരുപാട് കരയും കാര്യങ്ങളൊക്കെ ചെയ്യും. അവരെയൊക്കെ ദേഹത്താണ് കൂടുതലായിട്ട് ഇരിക്കുന്നത്. കഴിക്കുന്ന സമയത്തൊക്കെ അവരൊപ്പം പോയി ഇരിക്കാറുണ്ട്. എന്തായാലും പിള്ളേരൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഹോളിംഗ് ബെല്ല് അടിക്കുന്ന സമയത്ത് തന്നെ കൂട്ടിൽ കിടന്ന് ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോഴൊക്കെ ഞങ്ങൾ കൂട്ടിൽ നിന്ന് അടിച്ചു വിട്ട് കഴിഞ്ഞാൽ അവരൊപ്പം തന്നെ ചെന്നിരിക്കുകയും അതോടൊപ്പം അവിടെ പറയുന്ന മിട്ടുവും അല്ലെങ്കിൽ കിച്ചു അച്ചു എന്നൊക്കെ അത് വിളിക്കാറുണ്ട്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ ട്രിം ചെയ്തിട്ട് നേരെ പോകുന്നത് ജിദാലിയിലാണ്. ജിദാലി പോയി എൻ്റെ സീഡും കാര്യങ്ങളൊക്കെ മേടിച്ചതിന് ശേഷം വീട്ടിലേക്ക് പോകും. അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ആണ്, മിട്ടുവിനെ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ഇവിടുത്തെ ആ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം. ഒരുപാട് ബേഡ്സ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ബേഡ്സ് പ്ലാനറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, റംദാൻ്റെ ഒരു സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ അവർ പുതിയ സ്റ്റോക്കുകളൊന്നും വന്നില്ല. റംദാൻ കഴിഞ്ഞിട്ട് ഈദൊക്കെ കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ബേഡ്സുകളൊക്കെ കൊണ്ടുവരുമെന്നാണ് അവർ പറഞ്ഞത്. പലതരത്തിലുള്ള ആഫ്രിക്കൻ പാരറ്റുകളും ലവ് ബേഡ്സുകളും പിന്നെ ഫിഞ്ചസും കാര്യങ്ങളൊക്കെ ഉള്ള വലിയൊരു ഷോപ്പാണ്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ് ബേഡ്സ് പ്ലാനറ്റ്. ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് നേരെ പോകാൻ പോകുന്നത് ജിദാലിയിലാണ്. ജിദാലിയുടെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാം.
ഞങ്ങളിപ്പോൾ ടുബ്ലിയിൽ നിന്ന് നേരെ ജിദാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജിദാലിയിൽ ഒരുപാട് പെറ്റ് ഷോപ്പുകളുണ്ട്. സാധാരണ ഞങ്ങൾ ഒരു പെറ്റ് ഷോപ്പിൽ നിന്നാണ് ഈ മിട്ടുവിൻ്റെ സീഡൊക്കെ മേടിക്കുന്നത്. അവർ മിക്സഡായിട്ടുള്ളൊരു സീഡാണ് തരുന്നത്. ഈ സൺഫ്ലവറിൻ്റെ സീഡും അതുപോലെ തന്നെ പീനട്ടുകളും തിനയൊക്കെ ചേർന്ന് മിക്സഡായിട്ടുള്ളൊരു 1 കിലോ സീഡിന് ഏകദേശം 1 ദിനാർ 200 ഫിൽസാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിനടുത്ത് തന്നെ ഒരുപാട് പെറ്റ് ഷോപ്പുകളുണ്ട്. ആ പെറ്റ് ഷോപ്പിലൊക്കെ കാടക്കോഴികളെയും താറാവിനെയും മുയലിനെയും റാറ്റിനെയും ഒക്കെ വിൽക്കുന്നതായി കാണാം. അതുപോലെ തന്നെ ബേഡ്സുകളും ലവ് ബേഡ്സും ഫിഞ്ചസും പാരറ്റും ആഫ്രിക്കൻ പാരറ്റ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ട്രിമ്മിങ്ങോ കാര്യങ്ങളൊന്നും അവർ ചെയ്യാറില്ല. ഞങ്ങൾ നേരത്തെ ചോദിച്ചതാണ്. അങ്ങനെയാണ് ഞങ്ങൾ ബേഡ്സ് പ്ലാനറ്റ് കണ്ടെത്തിയത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് സീഡൊക്കെ സാധാരണ ഞങ്ങൾ ഈ ഒരു പെറ്റ് ഷോപ്പിൽ വരുന്ന സീഡ് മേടിക്കാൻ വേണ്ടി മാത്രമാണ്. അങ്ങനെ ഞങ്ങൾ സീഡൊക്കെ മേടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അപ്പോൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മനോഹരമായ ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.